ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മൊബൈലിൻ്റെ കവർ ഓൺലൈനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേര് കണ്ടിട്ടുണ്ടാവും. അതായത് സാപ്പി എന്ന് പറഞ്ഞ ഈ ഒരു പേര്, അതായത് നമ്മുടെ മൊബൈൽ കവർ ഓൺലൈനിൽ വിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ് സാപ്പി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരുവിധ എല്ലാ മോഡലിലെ മൊബൈൽ കവറുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ 29 രൂപയ്ക്ക് സ്ക്രീൻ ഗാർഡ് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആ ഒരു വിലയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് ചെറിയ റിവ്യൂ ആണ് നമ്മളിത് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ സാപ്പിയുടെ മൊബൈൽ കവറിൻ്റെ, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ചാർജ് എത്ര വന്നു, പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ എത്രയെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. വീഡിയോയിൽ ചേർക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിന് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. അത് നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്താൽ അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വാങ്ങിച്ച രണ്ട് സംഭവങ്ങളാണ്. അതായത് നമ്മുടെ സ്ക്രീൻ ഗാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ കവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കവറിങ് പാക്കേജിങ് വരുന്നത് സാപ്പിയുടെ. നല്ല നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ വാങ്ങുമ്പോൾ വരുന്ന കവർ പോലെ തന്നെ ശരിക്കും അതേപോലത്തെ ഒരു കവർ. അപ്പോൾ ഇതാണ് കവർ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്ക്രീൻ ഗാർഡ് വരുന്നത്. സ്ക്രീൻ ഗാർഡ് 29 രൂപയുള്ള അത് അടിപൊളി സംഭവം തോന്നുന്നു. എന്തായാലും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ മൊബൈലിൻ്റെ കവർ വരുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ പോക്കോ M4 Pro ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കവർ വാങ്ങിച്ചതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കവർ. ഹസിൽ നിന്നാണ് ബാക്കിൽ ഇരിക്കുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കളറാണ്. അപ്പോൾ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് കവർ വരുന്നത്. ഇതാണ് നമ്മുടെ പോക്കോ M4 Proൻ്റെ ഡിസൈൻ. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന ഹാർഡ് കേസാണ്. അപ്പോൾ ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡൊക്കെ ഈ ഒരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് ഇവിടെ ഈ ഒരു എഡ്ജിലൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കി കാണാം. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് അടിഭാഗം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ കവറിൻ്റെ ലുക്ക് വരുന്നത്. ഹസിൽ നിന്ന് എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കവറാണിത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ വന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ പ്രൈസ് വരുന്നത് 29 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ചാർജ് 60 രൂപയും വന്നു. അപ്പോൾ ടോട്ടൽ ഏകദേശം 188 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കായത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത്രയും ക്വാളിറ്റിയുള്ള കവർ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സംഭവം കൂടി നമുക്ക് എങ്ങനെ നോക്കാം. അതായത് സ്ക്രീൻ ഗാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ മൊബൈലിലൊന്ന് ഒട്ടിച്ച് നോക്കാൻ പോവാണ്. സ്ക്രീൻ ഗാർഡ് നല്ലതാണെന്ന് തോന്നി. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കവറുകൾ ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് ഡിസൈനുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റം ഡിസൈനുകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെയും ചെയ്യാം. കസ്റ്റം ഡിസൈൻ ഏകദേശം 130 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോട്ടോ അയച്ചു കൊടുത്താൽ നമുക്ക് ഇതേപോലെ കേസ് അവർ റെഡിയാക്കി തരും. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവമുള്ളത്, ഇത് കിട്ടാൻ കുറച്ച് ദിവസം എടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഏകദേശം 7 ദിവസം 8 ദിവസം കൊണ്ടൊക്കെ എടുത്തുകൊണ്ട് തോന്നുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും വരാൻ. അത് ലൊക്കേഷൻ അനുസരിച്ചാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് സംഭവം. പിന്നെ അതേപോലെ തന്നെ ഇതാണ് സ്ക്രീൻ ഗാർഡിൻ്റെ സംഭവം. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ എന്തോ രണ്ട് സ്റ്റിക്കർ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് വൈപ്സാണ് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലത്തെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ തുറന്നു നോക്കിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒട്ടിക്കുന്നത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്ക്രീൻ ഗാർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളൊരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഉരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നിറച്ച് പൊടിയും സംഭവങ്ങളൊക്കെ ആയിട്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് പുതിയ സ്ക്രീൻ ഗാർഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈൽ കവർ ഒന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ള കവർ. അപ്പോൾ ഇതാണ് എൻ്റെ ഫോൺ പോക്കോ M4 Pro 4G വെർഷനാണ്. അപ്പോൾ ഇതാണ് നോർമലായിട്ടുള്ള ഫോണിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുതിയ വാങ്ങിച്ച കവർ, നമ്മുടെ ഈ ഒരു കവർ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കറക്റ്റാണ്, നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഈ കളറും അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ ഹാർഡ് കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ക്രീൻ ഗാർഡ് ഒന്ന് ഒട്ടിച്ച് നോക്കാം. അത് ഒട്ടിക്കുന്നതിന് മുന്നേ വൈപ്സ് എന്ന് പറഞ്ഞിട്ട് 2 സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഒന്ന് വെറ്റാണ്, അതിന് ശേഷം ഒന്ന് ഡ്രൈയും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് തുടയ്ക്കാനുള്ള സംഭവം തോന്നും. ഇത് തുറക്കുമ്പോൾ ഇതേപോലെ ചെറിയ പേപ്പർ കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്ക് തുറന്നിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ഇതേപോലെ തുടച്ചെടുക്കാം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഇതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള സംഭവം അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ ഒരു പേപ്പറിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ് ഇത് വെച്ചിട്ട്.
അപ്പോൾ ഇത് രണ്ടും തുടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഗാർഡ് വരുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് എടുക്കുക, ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ പതിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്ക് എന്നൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇതാണ് വേണ്ടത്. അപ്പോൾ ബാക്ക് ഭാഗം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. ഒട്ടിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നില്ല. ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് കാണിക്കും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചത് ശരിയായില്ല. ഞാൻ ഒട്ടിച്ചതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ഇവിടെ മൊത്തം സംഭവങ്ങളൊക്കെ കയറി, പിന്നെ അപ്പോൾ അതിന് ഒട്ടലറിയില്ല, അങ്ങനെ ഉരിഞ്ഞ് പോകുന്നതിന് പെട്ടെന്ന്. അപ്പോൾ ആകെപ്പാടെ കുഴപ്പമായി. നമ്മുടെ ഉള്ള സ്ക്രീൻ ഗാർഡ് നമ്മൾ വാച്ച് കളയുകയും ചെയ്തു. നമ്മുടെ ഉള്ള സ്ക്രീൻ ഗാർഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ള സ്റ്റിക്കർ സ്ക്രീൻ ഗാർഡ് നമ്മുടെ ഉണ്ടായിരുന്ന സ്ക്രീൻ ഗാർഡ് നമ്മൾ പറിച്ച് കളയുകയും ചെയ്തു. ടച്ചിനും സംഭവത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശരിക്കും ഒട്ടണില്ല. അപ്പോൾ അതാണ് പ്രശ്നം. പിന്നെ അപ്പോൾ തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. സ്ക്രീൻ ഗാർഡിന് വലിയ പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. കുറച്ച് മാറ്റ് ഫിനിഷുള്ള പോലത്തെ സ്ക്രീൻ ഗാർഡാണ്. അപ്പോൾ ഒട്ടിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ടച്ചിനും സംഭവത്തിനും സ്ക്രീൻ ഗാർഡൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങണ്ടെങ്കിൽ ജസ്റ്റ് കവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ ഗാർഡ് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അത് ഒട്ടിച്ചതിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ.